ഹായ് ഫ്രണ്ട്സ്, പോറ്റി പ്രശാന്ത് വാസു പത്മകുമാർ അടുത്തതാര്? അതാണ് ചോദ്യം. ആരുമാകാം, ആര് വേണമെങ്കിലും ആകാം. അങ്ങനെയാണ് കാര്യങ്ങൾ മുമ്പോട്ടുള്ള പോക്ക്. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, ഗവൺമെന്റിലെ രാഷ്ട്രീയ നേതൃത്വം ആരും തന്നെ അറസ്റ്റ് ചെയ്യപ്പെടാൻ പോകുന്നില്ല, ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്നില്ല. ചരിത്രം അതാണ്. അവരൊക്കെ ഇൻസുലേറ്റഡ് ആണ്, അല്ലെങ്കിൽ സംരക്ഷിതരാണ്. ഒരുപക്ഷെ അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പോലും ഗവൺമെന്റുമായി ബന്ധപ്പെട്ട ആരുടെയും പേര് പറയുകയില്ല. കാരണം ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവർക്ക് സംരക്ഷണം ആവശ്യമാണ്. അത് ഗവൺമെന്റ് കൊടുക്കും. അറസ്റ്റ് ചെയ്യപ്പെട്ടാലും ഒരുപക്ഷെ ശിക്ഷിക്കപ്പെട്ടാൽ പോലും. നമുക്കറിയാം, ടി.പി. ചന്ദ്രശേഖരൻ വധം, കൊടിസുനിയൊക്കെ കണ്ണൂർ ജയിലിൽ സുഖവാസമാണ്. കുറച്ചു ദിവസം മുമ്പ് ഒരു ചിത്രം ഉണ്ടായിരുന്നു. എന്ത്? കൊലക്കേസ് പ്രതികൾക്ക് പോലീസുകാര് മദ്യം ഒഴിച്ചു കൊടുക്കുന്നു. കാറിന്റെ ഡിക്കി ഇരുന്ന് അവർ സ്മോളും ലാർജും ഒക്കെ വിട്ടുകൊണ്ടിരിക്കുക, കാവൽ നിൽക്കുന്ന പോലീസുകാര്. അതാണ് അവസ്ഥ. ഈ കേസിൽ മാത്രമല്ല, പല കേസിലും അങ്ങനെയാണ്. അതുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടവർ പോലും ഒരു കാരണവശാലും ഗവൺമെന്റിന്റെയോ ആ ഗവൺമെന്റിനെ ബന്ധപ്പെട്ട നേതാക്കന്മാരുടെ പേര് പറയുകയില്ല. പറഞ്ഞ അവരുടെ കാര്യം തീർന്നു, അത്ര തന്നെ. അപ്പോൾ ഈ സംരക്ഷണമാണ് ഇതിന്റെ എല്ലാം പ്രശ്നം എന്ന് പറയുന്നത്. ഏതാണെങ്കിലും ശബരിമല ശാസ്താവിന്റെ പണം കണ്ടിട്ടുണ്ടെങ്കിൽ ഒരു സംശയമില്ല, അവനൊക്കെ പിടിക്കപ്പെടും. എനിക്ക് ഓർമ്മ വരുന്നത്, പണ്ട് ഏറ്റുമാനൂരപ്പന്റെ വിഗ്രഹം മോഷ്ടിച്ച സംഭവമാണ്. ഒരു പെരുങ്കള്ളൻ സ്റ്റീഫൻ വിഗ്രഹം ഇളക്കിയെടുത്ത് ഒരു ഇരുമ്പ് പാര ഉപയോഗിച്ച ആ പാരയുടെ അഗ്രം, ആ മൂർച്ചയുള്ള ഭാഗം ഒരു കടലാസ് കൊണ്ട്, നോട്ട് ബുക്ക് കടലാസ് കൊണ്ട് പൊതിഞ്ഞിരുന്നു. ആ കടലാസിൽ ഒരു പേരുണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയുടെ പേര്. അന്വേഷണ സംഘം അന്വേഷിച്ചെത്തിയത് ആ പെൺകുട്ടിയുടെ വീട്ടിൽ. പെൺകുട്ടി പറഞ്ഞു, ഞാൻ നോട്ട് ബുക്ക് അല്ലാണ്ട് വിറ്റത് ഇന്ന കടയിലാണ്. ആ കടയിൽ ചെന്നു. കടക്കാരൻ പറഞ്ഞു, ശ്രീമാൻ സ്റ്റീഫനാണ് ആ നോട്ട് ബുക്ക് കടലാസൊക്കെ വാങ്ങിയത് എന്ന്. അങ്ങനെയാണ് അയാൾ പിടിക്കപ്പെടുന്നത് എന്ന് പറയുന്ന പോലെ തീർച്ചയായിട്ടും പിടിക്കപ്പെടുക തന്നെ ചെയ്യും. പക്ഷേ ഇവിടെ ഒരു കോമഡി ഉണ്ട്. ഈ സ്വർണ്ണ വിഗ്രഹവും ഈ സ്വർണം പൂശൽ ആരാ നടത്തിയത്? ഇന്ത്യ കണ്ട ഏറ്റവും വലിയ കള്ളൻ ശ്രീമാൻ വിജയ് മല്യ. അദ്ദേഹത്തിന്റെ കിങ് ഫിഷർ എന്ന് പറയുന്ന ആ മദ്യ കമ്പനിയാണ് ശബരിമല സ്വർണം പൂശിയത്. ശ്രീ വിജയ് മല്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ വെട്ടിച്ചത് 9,500 കോടി രൂപയാണ്. SBIയുടെ പണം എന്ന് പറഞ്ഞാൽ ആരുടെ പണമാണ്? എന്റെയും നിങ്ങളുടെയും പണം, ടാക്സ് പേയേഴ്സ് മണി. അതല്ലെങ്കിൽ തന്നെ ഏറ്റവും വലിയ ഭക്തന്മാരെന്ന് പറയുന്നത് ഏറ്റവും വലിയ കള്ളന്മാരാണ്. അഷ്ടിക്ക് വകയില്ലാത്തതും തന്നെ അധ്വാനത്തിന്റെ ഭാഗമായി ലഭിച്ച ആ ഇത്തിരി കാശിൽ നിന്ന് അല്പം ദൈവത്തിന് സമർപ്പിക്കുന്ന പോലെയല്ല. വൻതോക്കുകളും വൻകിടക്കാരും ഒക്കെ കോടികളല്ലേ. ഇംഗ്ലണ്ടിലേക്ക് പലായനം ചെയ്യുന്നതിന് മുമ്പ് ശ്രീ വിജയ് മാല്യ തിരുമല ക്ഷേത്രത്തിന് സമർപ്പിച്ചത് 1.5 കോടിയാണെന്നും അല്ല 55 ലക്ഷമേ ഉള്ളൂ എന്നും പറയുന്നു. എന്താണെങ്കിലും ഈ പണമൊക്കെ ഏത് ദൈവത്തിന് ആവശ്യമുള്ളത്? അല്ല, ഇതിന് ദൈവത്തിന് എത്രമാത്രം പണം? ഈ പണം എന്ന 2 അക്ഷരത്തിന്റെ പേരിലാണ് മിക്കവാറും എല്ലാ ആരാധനാലയങ്ങളും നടത്തപ്പെടുന്നത്. അത് അമ്പലമാണെങ്കിലും പള്ളിയാണെങ്കിലും എല്ലാം. ആ കാണിക്ക വഞ്ചി നേർച്ചപ്പെട്ടിയും ഇല്ലാതെ വന്നാൽ ഇവയ്ക്കൊന്നും ആളില്ലാതെ വരും. എന്തോ ആവട്ടെ, ഏതാണെങ്കിലും സത്യം പുറത്തു വരുമ്പോൾ തന്നെ നമുക്ക് പ്രത്യാശിക്കാം. താങ്ക് യു.